പെരിയാർ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഭീകരത എവിടെ എത്തും എന്നുള്ളത് നിങ്ങൾ ആരും മനസ്സിലാക്കി. അപ്പോൾ അത് വന്നിട്ട് പിന്നെ നിലയും കൂട്ടിയിട്ട് കാര്യമില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനിത് ശക്തമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് എടുത്ത് പറയും. ഞാൻ പറയും, നിങ്ങൾ എന്നെ BJP കാരനായിട്ട് കാണാതെ ഒരു കേരളീയനായിട്ട് കാണാം. എന്നിട്ട് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് കേൾക്കുന്ന ഗവൺമെൻറ്റിലെല്ലാവരും അതൊന്ന് മനസ്സിൽ വെക്കണം. ഞാൻ എല്ലാവരും പറയുന്നു, ഗവൺമെൻറ് പൈസ കൊടുക്കുന്നത് എല്ലാവരും കൊടുത്തോ. പക്ഷേ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഇപ്രാവശ്യം അങ്ങനെയുള്ള ഇത് കേൾക്കാം ഇടവരാതിരിക്കട്ടെ എന്നുള്ളത് ഞാൻ ഗവൺമെൻറ് അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. ഇതിനെല്ലാം നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിപ്പം എന്തിന് ലാലേട്ടൻ ഇവിടെ വന്നു, അതൊരു ഷോ ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിലായത് 122 ബറ്റാലിയൻ ആർമി എന്ന് പറഞ്ഞ ടെറിട്ടോറിയൽ മീൻസ് ആർമിയുടെ ഭാഗമാണ് ലാലേട്ടൻ. ഓണററി ലെഫ്റ്റനന്റ്. പക്ഷെ ഞാനും എൻ്റെ പേരിൽ കേസിടാൻ പോവാം, എന്നെ മാനനഷ്ടത്തിന്. അത് ഇതും കൂടെ പറയാൻ ഇപ്പോൾ ഇവിടെ ഞാൻ അതിൽ 25 ലക്ഷത്തിനാണ് കോമ്പൻസേഷൻ. ഞാൻ 1 കോടി 2 കോടി ചോദിക്കുന്നില്ല. കാരണം 25 ലക്ഷം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഓർഡർ കിട്ടും. ഈ 25 വിശ്വശാന്തിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിക്കോ ആയിരിക്കും ഞാൻ കോടതിയോട് തന്നെ പറയും അങ്ങോട്ടും കൊടുത്തേക്ക് വയനാട്ടിലേക്ക്. കാരണം അവൻ ചെയ്തതിനാണ് അവൻ അനുഭവിക്കുന്നത്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇന്ന് എനിക്ക് എൻ്റെ കൂടെയുള്ള ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റാണ്. ഹീസ് നോൺ ആസ് മേജർ E.K. രവീന്ദ്രൻ, സേനാ മെഡൽ. പക്ഷെ നമ്മൾ അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ സ്വന്തം മേജർ രവി എന്ന്. ആൻഡ് ഇറ്റ്സ് മൈ ഓണർ ടു ടോക്ക് ടു യു സർ ടുഡേ. ഞാനിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും സാറിനോട് ആദ്യം ചോദിക്കാൻ പോകുന്നത് അതിനോ വയനാടിൻ്റെ ഒരു ഇത് തന്നെ ആയിരിക്കും, ആഘാതത്തിനെ പറ്റി തന്നെയായിരിക്കും. പക്ഷെ എനിക്കറിയാനുള്ളത് ആർമി വാസ് എ ബിഗ് പാർട്ട് ഓഫ് ദിസ് റെസ്ക്യൂ ഓപ്പറേഷൻ. പക്ഷെ സംവെയർ ഐ ഹാവ് ഹേർഡ്, അതായത് മിലിറ്ററി പീപ്പിൾ ആർ വെരി ഇന്നസെൻറ്റ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സെൻറ്റിമെൻ്റൽ ഇമോഷണലാണ്. അപ്പോൾ ഈ വയനാട് റെസ്ക്യൂ ഓപ്പറേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ആർമിയുടെ ആൾക്കാരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ അവിടെ ചെന്നിട്ട് എത്രത്തോളം വിഷമകരമായിരുന്നു, ഈ ഹൗ ഡിവാസ്റ്റേറ്റിംഗ്, എത്ര ഇതായിരുന്നു അവിടെ? ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ടു യു അമ്മു. ഓ, താങ്ക് യു സോ മച്ച്. യു ഹാപ്പൻ ടു ബി എ കോസ്റ്റ് ഗാർഡ് ഓഫീസേഴ്സ് വൈഫ്. എനിവേ, സോ ഫ്രട്ടേണിറ്റിയാണ്. പട്ടാളം അവിടെ എങ്ങനെ എന്താന്നുള്ളത് ഇത് പെട്ടെന്നൊരു ഐഡിയ തോന്നിയിട്ട് ഞാനും ലാലും കൂടിയിട്ട്, ബിക്കോസ് അതിങ്ങനെ ഞങ്ങളിങ്ങനെ വിചാരിച്ചു എന്ന് എപ്പോൾ എന്നുള്ളത്. പിന്നെ ഞാൻ ലാലുമായിട്ട് പറഞ്ഞു, ലാലു, ലെറ്റ്സ് നോട്ട് തിങ്ക്, നമുക്ക് അവിടെ പോവാം. കാരണം നമ്മുടെ ബറ്റാലിയൻ അവിടെ ഉണ്ട്. അത് 122 ബറ്റാലിയൻ എന്ന് പറയുന്നിടത്താണ് മോഹൻലാൽ അടക്കം അപ്പോയിൻറ്റഡ്. സോ ഹീസ് ഫ്രം 122 TA ബറ്റാലിയൻ, കാലിക്കറ്റ്. അപ്പോൾ ഈ ബറ്റാലിയനാണ് അവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ആ 40 മെമ്പേഴ്സ് ഓഫ് ഗോൺ, ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് അവരവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോൾജേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പോകാന്ന് പറയുന്നത് ഒരു മൊറാൽ ബൂസ്റ്റിംഗ് ആണ്. എപ്പോഴും ഒരു സീനിയർ ഓഫീസേഴ്സ് പോകുന്നതല്ല, എസ്പെഷ്യലി മോഹൻലാലിനെ പോലുള്ള ഒരാൾ. ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുണ്ടക്കയിലെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുവിധം ഞാനും ലാലും മാനസികമായിട്ട് ഭയങ്കര ഒരു സംഘർഷം പോലെ. ബിക്കോസ് ഈ ചളിയിൽ കൂടെ എല്ലാം ചവിട്ടി പോകുന്ന സമയത്ത് നമ്മുടെ ഫീൽ എന്തായിരുന്നു എന്ന് പറയും. അവിടുത്തെ ആൾക്കാരുടെയൊക്കെ മുഖവും ഇതെല്ലാം കണ്ടപ്പം ഞാൻ ഈ ചവിട്ടുന്നതിൻ്റെ അടിയിൽ വല്ലവരും ഉണ്ടോ, ഈ പേടിയാണ് എനിക്കുണ്ടായിരുന്നത്. കാരണം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കൊണ്ട് പോകാന്നുള്ള ഇതൊക്കെയായിരുന്നു ഒരു മാനസിക സംഘർഷം. ഐ ആം എ കമാൻഡോ, ഐ നെവർ ക്രൈ ഈവൻ വെൻ ഐ കിൽ സംബഡി. അതെനിക്ക് സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ കണ്ട കീർത്തി ചക്രയിലത്തെ സിറ്റുവേഷനിൽ ഞാൻ ആ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുമുണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും. സോ നമ്മുടെ ഉള്ളിലൊരു സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഹൃദയമുണ്ട്. അതവിടെയും കണ്ടു. ബിക്കോസ് അങ്ങനെയാണ് ലാലും ഞാനും കൂടെ നിൽക്കുന്ന സമയത്ത് ഒരാളവിടെ നിന്ന് ലോക്കലിൽ വന്നിട്ട് പറഞ്ഞു, സാറേ അത് ഇവിടുത്തെ LP സ്കൂളാണ്. അപ്പം ഒരു ഡിലാപ്പിലേറ്റഡ് സ്ട്രക്ചർ അവിടെ ഉണ്ട്. ഈ നദി അതിൻ്റെയൊക്കെ മുകളിൽ കൂടി സൈഡിൽ കൂടെയൊക്കെയാണ് പോയിട്ട് ഇപ്പം അവിടെ ഒന്നുമില്ല. ഈ സ്കൂളിൻ്റെ എല്ലാം പോയി, ഈ സ്ട്രക്ചർ മാത്രം അവിടെ ഉണ്ട്. അപ്പം അയാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഇവിടെ ഞങ്ങൾ ഒരു കുട്ടിയുടെ യൂണിഫോമിലുള്ള ബോഡിയാണ് എടുത്തത്, ഒരു പെൺകുട്ടിയുടെ. അപ്പം എൻ്റെ മനസ്സ് പോകുന്നതല്ല. അപ്പോൾ ആ ഇന്നലെ കിടന്നുറങ്ങുന്ന സമയത്ത് ക്ഷീണിച്ചിട്ട് അമ്മയച്ഛനും പറഞ്ഞാണ്, മോളെ യൂണിഫോം മാറ്റിയിട്ട് കിടന്നുറങ്ങിപ്പോയി. ഷീ നെവർ തോട്ട് ദാറ്റ് ഷീ വിൽ നോട്ട് ബി സീയിങ് ദ വേൾഡ് അഗെയിൻ. അങ്ങനെയുള്ള ആ ബോഡിയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നതൊക്കെ പറയുന്ന സമയത്ത് എത്ര മനക്കരുത്തുള്ള മനുഷ്യനാണെങ്കിൽ ശരി, കുറച്ച് മനുഷ്യത്തകത്തുണ്ടെങ്കിൽ കണ്ണൊന്നും അറിയും. അതില്ലാത്ത കുറച്ചുണ്ട് നമ്മുടെ സമുദായത്തിൽ. എനിക്കൊന്നും സംഭവിച്ചില്ല, എൻ്റെ മക്കൾക്ക് സംഭവിച്ചില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾ പോയി ലാസ്റ്റ് എഡ്ജിൽ പോയി അവിടെ ഇറങ്ങി. അവിടെ നിൽക്കുന്ന സമയത്ത് അമ്മു, യു വോണ്ട് ബിലീവ് ഇറ്റ്, ഒരു പള്ളിയുടെ ഒരു സൈഡ് അങ്ങ് പോയിരിക്കുന്നു. അപ്പോൾ അവിടെ വലിയൊരു കല്ലെന്ന് പറഞ്ഞാൽ ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ സൈസിലെ കല്ല്,
ഒരു നോർമൽ 2 നില വീടുണ്ടാവില്ലേ, അതിൻ്റെ സൈസിലുള്ളൊരു കല്ല്. ഇത് എവിടുന്നാണ് വന്നിരിക്കുന്നത്? ആ മരയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴത്തിറങ്ങി അവിടുന്ന് കയറിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ യു ക്യാൻ ഇമാജിൻ ദ ഫോഴ്സ് ഓഫ് ദ ത്രഷോൾഡ് വാട്ട് ഹാസ് കം. എന്നിട്ട് ഇപ്പുറത്തൂടെ നദി അങ്ങോട്ട് പോയിരിക്കുന്നു, മണ്ണും ചരലും മരവുമായിട്ട് ഇപ്പുറത്തൂടെയും പോയി. എല്ലാം കൂടെ അങ്ങ് കലക്കി മറിച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ വിട്ടു. യോഗമുള്ള കുറച്ച് ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടി അവിടെ വിട്ട് ബാക്കിയുള്ളവരെ ഒരു സങ്കടങ്ങളെല്ലാം മറന്നങ്ങ് പോയി. പക്ഷേ ഇവരെ വേദനിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ വിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരവിടെ. ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്നത് ഇതാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇവിടെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ സാർ. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. അവിടെ എവിടെയോ ആയിരുന്നു സാർ. ഇമാജിൻ ദാറ്റ്. അവിടെ എവിടെയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അവർക്ക് പോലും അറിയുന്നില്ല അവരെവിടെയാണോ പോകുന്നത്. അങ്ങനെ മാറ്റി ഈ പ്രകൃതി ആ വയനാട്. ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് 3.5 കോടി ജനങ്ങൾ പുറത്തുണ്ട് കേരളത്തിനകത്ത്. ഇവരെല്ലാവരും കൂടെ ഒരു 100 രൂപ ഓരോരുത്തർ വെച്ച് കഴിഞ്ഞാൽ ഇവരെ അതല്ല ഞാൻ പറയുന്നത്. എന്താ അറിയോ, പലരും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ബാധിച്ചിട്ടില്ലല്ലോ, എന്നൊന്നും ബാധിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. ഇനി ശരിക്കും സാറിനും വിശ്വശാന്തി ഫൗണ്ടേഷനും ലാലേട്ടനും ഒക്കെ വലിയൊരു മീൻസ് എനിക്കറിയില്ല അവർക്ക് എത്രത്തോളം ഒരു സമാധാനം. അവർ ചിലപ്പോൾ വിചാരിച്ചാണ് ഞങ്ങളുടെ ഏരിയയിൽ ഒരു സ്കൂൾ തന്നെ പോയാലും ഇനി ഞങ്ങൾ കുട്ടികൾ ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് തരണം ചെയ്ത് വന്നാൽ പോലും ഞങ്ങൾ എന്ത് ചെയ്യും. അത് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആ കുട്ടിയുടെ മറ്റേ യൂണിഫോം ഇട്ട കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ലാലിനെ നോക്കി, ലാലിൻ്റെ കണ്ണ് പറഞ്ഞ് എൻ്റെ നടന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, അവരുടെ കൂടെ പഠിക്കുന്ന ആ കുട്ടികൾ ഇനി അവർ നാളെ ഒരു സ്കൂളിലാക്കിയിട്ട് പോകുന്ന സമയത്ത് ആ സ്കൂളിൽ അവരെ ഈ സങ്കടവും ഇവരിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കൂട്ടുകാരെക്കുറിച്ചുള്ള സങ്കടങ്ങൾ അധികകാലം നിലനിൽക്കാതെ അവർ നോർമൽ ലൈഫിലേക്ക് വരണമെങ്കിൽ ഞാൻ അവർക്കൊരു മനോഹരമായിട്ടുള്ളൊരു സ്കൂള് ആ LP സ്കൂൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനകത്ത് ഒരു ഫോറിൻ സ്കൂളിലില്ലാത്ത ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും റോബോട്ടിക് സാധനങ്ങൾ ഇതൊക്കെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. പിറ്റേ ദിവസം കാലത്ത് എനിക്കൊരാൾ കോൾ ചെയ്യാണ്, സാർ ഞാനൊരു IT കമ്പനിയാണ്, ഡൽഹിയിലാണ് ഞങ്ങൾ ബേസ്ഡ്. സാറിൻ്റെ ഈ സ്കൂളിൽ ഞങ്ങളുടെ പേരും വേണ്ട ഒന്നും വേണ്ട, സാറിന് വിശ്വശാന്തിക്ക് വേണ്ടിയിട്ട് ആ സ്കൂളിനകത്ത് എന്തെല്ലാം വേണമോ സ്മാർട്ട് ക്ലാസ്സസിനുള്ള കംപ്ലീറ്റ് കമ്പ്യൂട്ടറും അത് കഴിഞ്ഞ് ഞങ്ങൾ റോബോട്ടിക് റൂം അടക്കം പിള്ളേർക്ക് കളിക്കാനും അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എല്ലാം ഞങ്ങൾ ഡിസൈൻ ചെയ്യാൻ സാർ, എല്ലാം ഫ്രീ ആയിട്ട് ഞങ്ങൾ തരാം. ഞാൻ അന്തം വിടുകയാണ്. എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന സ്വപ്നം ഇങ്ങനെ ഒരു ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ ഫോറിനിലൊക്കെ പോകുന്ന സമയത്ത് ഇംഗ്ലീഷിലൊക്കെ കിൻഡർഗാർട്ടൻ സ്കൂൾസ് കാണാം. അതിൽ പോകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ തോന്നും, അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നില്ല. അങ്ങനെയുള്ള ഇതാണ് ഞാൻ വയനാട്ടിൽ ഈ സ്കൂളിൽ എൻ്റെ സ്വപ്നം കാണുന്നത്. ഇനി ഞാൻ ഗവൺമെൻറ്റായിട്ട് ഞാൻ സംസാരം, നിങ്ങൾ പെട്ടെന്ന് എനിക്ക് ആ സ്ഥലം തരും, ഞാൻ ഈ സ്കൂളിൽ. ഞാൻ പ്ലീസ് ഡോണ്ട് ബി ഒഫൻഡഡ് സാർ, ഞാൻ ചോദിക്കാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പം വിശ്വശാന്തി ഫൗണ്ടേഷൻ ഈ ഒരു എമൗണ്ട് കൊടുക്കാൻ പോകുന്നത് ഗവൺമെന്റിലേക്കല്ല, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാണ്. അല്ല, അത് ഗവൺമെൻറ്റിനും അറിയാം. ഇപ്പം കാരണം ഗവൺമെൻറ്റും എൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് പല ആൾക്കാരും സ്ഥലം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ തന്നു ഫ്രീ ആയിട്ട് ഇല്ല. ഞാൻ പറഞ്ഞ ഒന്നാണ്, ഈ മലമ്പ്രദേശത്ത് ഈ തകർന്നു പോയ സ്ഥലത്ത് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും പ്ലാൻ ചെയ്യില്ല, ഗവൺമെൻറ്റും ചെയ്യില്ല. ബുദ്ധിപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും ചെയ്യില്ല. ഈ ആളുകളെ മുഴുവൻ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് താമസിക്കണം. എന്നിട്ട് ഈ സ്ഥലം നമ്മൾ ഒരുവിധം ഏകദേശം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് അത് ആസ് ഇറ്റ് ഈസ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് സ്പോട്ട്, അതപ്പോൾ ടൂറിസത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഇവരെ ഇങ്ങോട്ട് മാറ്റിയിട്ട്, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് എക്കോളജിക്കൽ ക്ലിയറൻസ് ഉള്ള ലാൻഡാണ് എനിക്ക് വേണ്ടത്. വീട് വെക്കാനാണെങ്കിലും ശരി, സ്കൂൾ വെക്കാനാണെങ്കിലും അത് ഗവൺമെൻറ് ഹാസ് ടു സപ്പോർട്ട് മീ. അതിന് ഞാൻ ഓൾറെഡി MP രാജേഷ് മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഞാനൊരു മീറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അവർ ലാൻഡ് സാങ്ഷൻ ചെയ്താൽ എൻ്റെ ആഗ്രഹമാണത്. ഞാൻ നാളെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം പറയാണ്, ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഈ LP സ്കൂള് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ആ കുട്ടികളെ അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് എന്നുള്ള ആഗ്രഹമുണ്ട്. ആഗ്രഹം നമുക്ക് ആഗ്രഹം അത് തന്നെ. ഇപ്പം ഗവൺമെൻറ് അടക്കം ഇപ്പം ഞാൻ അവിടെ വിശ്വശാന്തിയിലാണ്. സ്റ്റിൽ ഐ പെയ്ഡ് 2 lakh rupees to CM's relief fund. Why? Tomorrow if you do any corruption or something, I got the right to ask you. വിശ്വശാന്തിയിൽ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ആൾക്കാരിങ്ങനെ പറയുന്ന സമയത്ത് എനിക്കത് വിശ്വാസ്യത വരണമെങ്കിൽ ഞാൻ പൈസ കൊടുത്തതിന് ശേഷം അപ്പോഴേ എനിക്ക് വിവരാകാശത്തിൽ കൂടെ എനിക്ക് ചോദിക്കാൻ പറ്റും, അന്ന് ചോദിക്കാം.
അത് കേൾക്കുന്ന ഗവൺമെൻറ്റിൽ എല്ലാവരും അതൊന്ന് മനസ്സിൽ വെക്കണം. ഞാൻ എല്ലാവരോടും പറയുന്നു, ഗവൺമെൻറ് പൈസ കൊടുക്കുന്നത് എല്ലാവരും കൊടുത്തോ. പക്ഷേ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഇപ്രാവശ്യം അങ്ങനെയുള്ള ഇത് കേൾക്കാം ഇടവരാതിരിക്കട്ടെ എന്നുള്ളത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതുവരെ കേട്ടെല്ലാം കേട്ടു, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും കൊടുക്കരുത്, ഞാൻ കൊടുക്കരുതെന്നൊന്നും പറയില്ല. ആർക്ക് വേണമെങ്കിലും എവിടെയും കൊടുക്കാം. പക്ഷേ ഞാനുണ്ട് സർ, ഇനി നാളെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയൽ ക്വസ്റ്റ്യൻ അതുണ്ടായിരിക്കും. ബിക്കോസ് എൻ്റെ വിശ്വശാന്തിയുടെ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞ് ചെക്ക് സൈനിങ് അതോറിറ്റി ഞാനാണ്. അപ്പോൾ എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് തരുന്നവരുടെ അവർ പറയുന്നത് ഞങ്ങളുടെ പേര് പോലും പറയരുത്. അതെന്താണ്? അവർക്കറിയാം ഞങ്ങളത് കറക്റ്റായിട്ട് എത്തിക്കും. അപ്പം ഞങ്ങൾ ദിനവും ഗവൺമെൻറ്റിൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ ഗവൺമെൻറ്റിന് സ്ഥലം അക്വയർ ചെയ്യാൻ സാധിക്കും, കറക്റ്റ് സ്ഥലം പറയാൻ പറ്റും. എന്ത് തന്നെയാലും സൽപ്പേര് വരുന്നത് ഗവൺമെൻറ്റിനായിരിക്കുമല്ലോ. കേരള ഗവൺമെൻറ് റിഹാബിലിറ്റേറ്റ്, അല്ല വിശ്വശാന്തി റിഹാബിലിറ്റേറ്റ് എന്നതായിരിക്കുക. സോ യു ടേക്ക് ദ ക്രെഡിറ്റ്. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് പവറും വേണ്ട അധികാരം വേണ്ട ഒന്നും വേണ്ട. നമ്മൾ സമ്മതിച്ചാൽ മതി ഇതൊക്കെ ചെയ്യുക. അതിൽ ഇടങ്കോലിടാൻ വരാതിരുന്നാൽ മതി. നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ലെറ്റ് ദ പീപ്പിൾ എൻജോയ് ഇറ്റ്. അവർക്കത് വേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കുക. ഒരു കണ്ണീർ, ഏതെങ്കിലും ഒരുത്തിൻ്റെ കണ്ണീർ ഒന്ന് വൈപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് വിശ്വശാന്തി ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ മോഹൻലാലോടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, എനിക്കതുകൊണ്ട് വളരെയധികം സപ്പോർട്ടുണ്ട്. നിങ്ങൾക്കറിയില്ല, ആ ഒരു 3 കോടി രൂപ ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഞാൻ അരമണിക്കൂർ കൊണ്ട് മാനേജ് ചെയ്ത പൈസയാണ്. ഹാഫ് ആൻ അവറിൽ ഐ ജസ്റ്റ് കോൾ അപ്പ് സം പീപ്പിൾ, ദേ പുട്ട് ദ മണി ഇൻ ടു ദ അക്കൗണ്ട്. ദാറ്റ് ഈസ് എ ട്രസ്റ്റ് വിച്ച് വി കോൾഡ്. ആൻഡ് ആ ട്രസ്റ്റ് ഞങ്ങൾ പെട്ടെന്ന് കാണിച്ചു കൊടുക്കണം. ഇതായി ചെയ്തു, അവർക്കും അത് അക്കൗണ്ട് ചെയ്യേണ്ടതല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഒരു പേരും വേണ്ട, ഒന്നും വേണ്ട. ആ ജനങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകും, അത് മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ യെസ്, ഐ വിൽ ബി പ്രൗഡ്. സാർ, ഈ ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് സാറിന് കൂടെ നിൽക്കുന്നവരെ ഹ്യൂമാനിറ്റി എല്ലാം പറഞ്ഞാലും ഇങ്ങനെ ഒരു പോയിന്റിലും ഇതിനെല്ലാം നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാനിപ്പം എന്തിന് ലാലേട്ടൻ ഇവിടെ വന്നു, അതൊരു ഷോ ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിലായത് 122 ബറ്റാലിയൻ ആർമി എന്ന് പറഞ്ഞ ടെറിട്ടോറിയൽ മീൻസ് ആർമിയുടെ ഭാഗമാണ് ലാലേട്ടൻ. ഓണററി ലെഫ്റ്റനന്റ് കേണൽ പൊതുവെയാണ്. അതെന്താണ്? അതൊന്ന് കുറച്ച് മീൻസ് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവാൻ. ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിനെ ഓണറി, ഇത് ഞാൻ കുറേ പുറത്ത് പറയുമ്പോൾ അത് ഈ ചൊറിയന്മാരെന്ന് പറയും. ഞാൻ ഈ നെഗറ്റീവ് വിഷം തലയിൽ കയറ്റിയിട്ട് ഇവൻ കാലത്ത് ഇറങ്ങാണ് ആർക്ക് പണി കൊടുക്കാമെന്ന് പറയുന്നത്. കാരണം ഇവൻ്റെ വീട്ടിൽ നക്കാനും തുപ്പാനും ഇല്ല, എന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്. ഇങ്ങനെയുള്ള ഒരെണ്ണം നമ്മുടെ സമുദായത്തിലുണ്ട്. അതിലിടയ്ക്ക് എനിക്കിട്ട് പണി തന്നു. ഞാൻ യൂണിഫോം ഇട്ടു മോനെ, ഞാൻ യൂണിഫോം ഇട്ട് നിന്നിട്ടുള്ള പ്രൈം മിനിസ്റ്റർക്ക് കത്തെഴുതി മുഖ്യമന്ത്രിക്ക്. ഞാൻ പറഞ്ഞു എന്നെ തൂക്കിക്കൊള്ളാൻ പെട്ടെന്ന്. ഞാനത് അവനോട് പറയുകയാണ്. അവൻ്റെ വിവരക്കേടാണ് ഞാൻ അറിയിക്കുന്നത്. അവൻ എയർഫോഴ്സിൽ എന്തോ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇവൻ അതിൻ്റെ ഡ്രസ് കോഡ് പോലും അറിയില്ല. പിന്നെ മേജർ രവിക്ക് ഇത് യൂണിഫോം അല്ല, ഇതവിടുത്തെ വർക്ക്. ഒരു ബറ്റാലിയനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബറ്റാലിയൻകാർ തരുന്ന ഓണർ, ആ ബറ്റാലിയൻ്റെ സിഒ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പം എന്താണ്, പ്രൈം മിനിസ്റ്റർ ലേയിൽ പോകുന്നുണ്ട്, അദ്ദേഹം മിലിറ്ററി യൂണിഫോം ഇട്ടിട്ടില്ലേ നിങ്ങൾ കാണുന്ന ദീപാവലിക്ക്. കാരണം എന്ന് വെച്ചാൽ ഒരു VIP അവിടെ വന്നു കഴിഞ്ഞാൽ ആ VIPനെ ഈ യൂണിറ്റിൻ്റെ പാർട്ടാക്കും. അത് സിഒൻ്റെ പ്രൊറഗേറ്റീവാണ്. സിഒന് എന്ത് വേണമെങ്കിലും ചെയ്യാതെ. പക്ഷെ അവിടെ റാങ്ക് ഉണ്ടാവില്ല, വെറും യൂണിഫോമും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആളെന്ന്. ഇത് പട്ടാളക്കാർക്ക് ഒരു ടുഗദർനെസ് ഫീലിങ്ങിനാണ് ഈ പോകുന്നത്. പൂജാ ബത്ര പണ്ടൊക്കെ കാശ്മീരിൽ പോകുമായിരുന്നു, സൽമാൻ ഖാൻ പോയിട്ടുണ്ട്. ഇവരൊക്കെ മിലിറ്ററി യൂണിഫോം ഇട്ടിട്ടായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പട്ടാളക്കാർക്ക് തോന്നുന്നത് ഏയ് നമ്മുടെ ആള് അതാണ്. അപ്പം അതിൽ ഇതുപോലും നമ്മുടെ 122 TA ബറ്റാലിയൻ്റെ ഒരു പ്രൗഡ് മൂവ്മെൻറ്റ് വേണ്ടി ഞങ്ങളൊരു ജാക്കറ്റ് ട്രാക്ക് സൂട്ടിൻ്റെ ഇതും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സി അടക്കം അതാണ് ഇരുന്നത്. ഇതിനെയാണ് യൂണിഫോം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ജനങ്ങൾക്ക് എന്താണ് ഇത് അറിയാത്തവരുണ്ട്. അയ്യോ സാറേ വല്ലതും പറ്റുമോ? കാരണം ഷാലോ നോളേജാണ് ഇവിടെ. ഈ കീർത്തിചക്ര എന്നുള്ളൊരു സിനിമ വന്നതിന് ശേഷമാണ് ഇവിടെ പട്ടാളത്തിനെ കുറിച്ചും മര്യാദയെക്കുറിച്ച്. അപ്പോൾ ആ ആൾക്കിട്ട് പണി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ മേജർ രവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധത്തിലുള്ളതാണ്. ഞാൻ കള്ളുപിടിക്കില്ല. അപ്പോൾ അബോധാവസ്ഥയിൽ ഞാൻ ഒരിക്കലും പോകാറില്ല. കഞ്ചാവ് അടിക്കില്ല, ഡ്രഗ്സും MDMA ഈ പരിപാടിയൊന്നുമില്ല. എപ്പോഴും നല്ല ബോധത്തിലാണ്. അപ്പം ഞാൻ ഇന്നേ വരെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം അത് കുട്ടിക്കാലത്ത് 18-19 വയസ്സിൽ ഒരു അടിപിടി നാട്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ എന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ആ കേസ് തള്ളിപ്പോയി. 3 പേരെ ഹോസ്പിറ്റലാക്കി. എൻ്റെ പേരിൽ 2 കൊല്ലം കഴിയുമ്പോൾ കേസ് തള്ളിപ്പോവുകയും ചെയ്തു. അത് ഓബ്വിയസ്ലി. അതല്ലാതെ എൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ഇതൊക്കെ കേട്ടു മേജർ രവി മറ്റേ വയലേഷൻ. അത് എൻ്റെ അവിടുന്ന് ഇപ്പോൾ ബാച്ച്മേറ്റ്സൊക്കെ വിളിക്കുകയാണ്. ഇന്നിപ്പോൾ ആർമി ചീഫ് എൻ്റെ ബാച്ച്മേറ്റാണ്, ജനറൽ ദ്വിവേദി. അപ്പോൾ അവിടുന്ന് ഗ്രൂപ്പ് എന്ന് വിളിച്ച് ഓ യാർ ഏ ക്യാ പാഗൽപന്തി ഓരേ കോനെ കിസ്കോ ഈ പ്രോബ്ലം എന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ ന്യൂസായി.
അല്ലേ? ഇപ്പം നിങ്ങളത് കേട്ടു. ഇതിനു മുന്നേ ഒരു കേസുണ്ടായിരുന്നു ആലപ്പുഴയിൽ 1.7 crore rupees തട്ടിപ്പ് കേസിൽ മേജർ രവി എന്നും പറഞ്ഞ് മേജർ രവിയുടെ ഫോട്ടോ. താഴത്തെ ന്യൂസ് വായിച്ചാൽ തണ്ടർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ MD ആയിട്ടുള്ള അനിൽകുമാർ 1.7 crore rupees മറ്റോ ഏതൊരുത്തിൻ്റെ അടുത്ത് ഡയറക്ടറാക്കാമെന്നും പറഞ്ഞ് വാങ്ങിച്ചു. അതിൽ മേജർ രവി ഡയറക്ടറാണെന്ന്. ഈ മേജർ രവി ഡയറക്ടറാണെന്നുള്ളതും ഇതൊക്കെ ന്യൂസ് ഇങ്ങനെ വരികയാണ്. പേപ്പറിലടക്കം ഫോട്ടോ വന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും ദാരിദ്ര്യമുണ്ടോ ന്യൂസിന്? എന്നിട്ട് ആ കേസ് ആലപ്പുഴ കോടതി, അമ്പലപ്പുഴ കോടതി പോലീസ് സ്റ്റേഷൻ തള്ളി. കോടതിയുടെ അടുത്ത് അവരന്വേഷിച്ചപ്പോൾ ആ കേസ് കൊടുത്തിട്ടുള്ള ഇവിടുത്തെ 8 കേസിൽ പിടികിട്ടാപ്പുള്ളിയാണ്. അംജത്തെന്നും പറഞ്ഞിട്ടുള്ള ഒരുത്തൻ, ഒരു ഫ്രോഡ്. അവനിവിടെ സെൻട്രലിലും കൊണ്ടുപോയി. അപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. അപ്പം എൻ്റെ പേര് അവിടെ ഇട്ടു. മനസ്സിലായോ? അപ്പം ഇത് ഇങ്ങനൊരു ഗുണ്ട നമ്മുടെ പേരിൽ കേസ് കൊടുക്കുന്നു. അമ്പലപ്പുഴ പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇവൻ 8 കേസിൽ പിടികിട്ടാപ്പുള്ളിയാണ്. ഞാൻ പോയി അമ്പലപ്പുഴ, എൻ്റെ സമയമാണ് പോയത്. എനിക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത്. പക്ഷേ ഞാൻ എന്തിനാണ് പോയത്? അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരാം, ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും കുനിഷ്ഠ ബുദ്ധിക്കാരി ഇരിപ്പുണ്ടായിരിക്കും. മേജർ ഇവിടെ വന്നിട്ടുമില്ല, DYSP വെറുതെ എഴുതിയതാണ്. ഞാൻ പോയി ഇതെല്ലാം കഴിഞ്ഞു. അവസാനം ഇവൻ്റെ വീട്ടിൽ നോട്ടീസ് കൊടുത്ത്, നീ വാ, നിന്നെ ഇനി ചോദ്യം ചെയ്യണം. അവൻ വരില്ല. അവൻ വന്നാൽ അവനെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു കേസുകൾ. ഈ കേസ് തള്ളി നിങ്ങൾ ഏതെങ്കിലും മീഡിയ ചാനലിൽ ഇട്ടിട്ടുണ്ടോ? അപ്പം ചീത്തപ്പേര് കേൾക്കേണ്ട സമയത്ത് ഞാനത് കേൾക്കണം. നല്ല വേല വ്യഭിചാരക്കുറ്റം ഇതൊന്നും വന്നിട്ടില്ല. അതാണ് ഒരു ലിമിറ്റുണ്ട്. പിന്നെ കുറച്ച് ലിമിറ്റ് കഴിഞ്ഞുള്ളത് നമ്മുടെ ലാംഗ്വേജൊക്കെ മാറും. നമ്മുടെ ഈ സാത്വികത്വം എല്ലാം പോകും. അവനെ എൻ്റെ ആൾക്കാർ വിളിച്ച്, ഈ അരുണെന്ന് പറഞ്ഞാണ്. പിന്നെ ഇവിടെ ഫേസ്ബുക്ക് കണ്ടു അവൻ്റെ ഭാര്യ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഞങ്ങൾ ഫേമസ് ആയി. Can you believe all these things? അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ ആലോചിക്കും, ഇവരൊന്നും ഒരു പണിയില്ലേ? ഈ ചിലവാക്കിയിട്ടുള്ള 10 രൂപയെങ്കിൽ 10 രൂപ അത് നിങ്ങൾ ആ ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ അതില്ല, ഞാൻ ചെയ്യില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഫേമസ് ആവും. അപ്പം അതിന് വേറെ എത്ര മാർഗം ഉണ്ടോയെന്നറിയാം. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടിയിട്ട് ഒരു മേജറിവിടെ മേക്കിട്ട് കയറിയിട്ട് യൂണിഫോം, എന്നെയാണ് പഠിപ്പിക്കുന്ന യൂണിഫോം. ഞാൻ ആർമി ചീഫിൻ്റെ ADC ആയിരുന്ന വ്യക്തിയാണ്. എനിക്കറിയാം ഡ്രസ് കോഡ് ഏതെന്ന്. ഇവനോട് ചോദിച്ചാൽ അറിയോ? 6 ബ്രൈവ്. ഞാൻ വെറുതെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ബിക്കോസ് കേൾക്കുന്നവർക്ക് മനസ്സിലാട്ടെ. ആർമി അഡ്വൈസറി അനുസരിച്ച് ആഫ്റ്റർ റിട്ടയർമെന്റ് വെൻ ഓൾ നമുക്ക് യൂണിഫോം ഇടാൻ പറ്റും. Any funeral of any serviceman who is dying. Okay. Second, meeting a governor, meeting a head of the state, meeting any dignitaries which has been called as an invitee in uniform. ഇപ്പം രാഷ്ട്രപതി കാണാൻ പോവാണ്, ഇൻവിറ്റേഷൻ ഉണ്ട്, യു ക്യാൻ വെയർ ദ യൂണിഫോം വിത്ത് മെഡൽസ്. അത് കഴിഞ്ഞിട്ട് എനി ടൈം വെൻ യുവർ യൂണിറ്റ് ഓർ ആർമി ഈസ് ഡൂയിങ് എനി ആക്ട് ഓഫ് സർവീസ്, ഇഫ് യു ആർ കോൾഡ് യു ക്യാൻ വെയർ ദാറ്റ് യൂണിഫോം ആൻഡ് പാർട്ടിസിപ്പേറ്റ്. അതാണ് ഈ കലാമിറ്റി. അതിലും കൂടെ നമ്മൾ യൂണിഫോം എന്നല്ല ഇട്ടിരിക്കുന്നത്. അവിടെ 122 ബറ്റാലിയൻ്റെ ട്രാക്ക് സൂട്ടിൻ്റെയും ഇതിലൊക്കെ ഇട്ടിരുന്നു. സോ ഇതിന് നമ്മൾ എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? വിവരമില്ലാത്തവന്മാർ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ ക്ലാരിഫൈ ചെയ്യേണ്ട, അവർ ആ ഷാലോ നോളിൽ ഇരിക്കട്ടെ. പക്ഷെ ഞാനും എൻ്റെ പേരിൽ കേസിടാൻ പോവാം, എന്നെ മാനനഷ്ടത്തിന്. കാരണം ഇപ്പം മറ്റേ ഗുണ്ട 1.7 crore കേസ് കൊടുത്തു. അവനെ ഗുണ്ട ഓൾറെഡി പിടികിട്ടാപ്പുള്ളിയാണ്. അപ്പം ഞാൻ ഇപ്പം അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല. 8 കേസിൽ ഉണ്ട്. പക്ഷെ ഇവനെ ഞാൻ വെറുതെ വിടില്ല. ബിക്കോസ് ഹി ഹ്യൂമിലിയേറ്റഡ് മീ ആൻഡ് ഹി ഇൻസൾട്ടഡ് ദ ഹോൾ ആർമി. ആർമിക്കാർക്ക് ഭയങ്കര ക്ലോസ് ആണ് യൂണിഫോം അല്ലേ? യൂണിഫോം എന്ന് പറയുന്നത് അതിൽ ഏതാണ് യൂണിഫോം, എന്താണ് സ്പിരിറ്റഡ് ട്രാക്ക് സൂട്ട്സ്, ഇതൊന്നും ഇവർക്ക് അറിയില്ലെങ്കിൽ ഇവൻ എന്ത് പട്ടാളത്തിൽ സർവീസ് ചെയ്തെന്നാണ് പറയുന്നത്? ഇവനെ ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കുനിഷ്ഠ ബുദ്ധിയാണ് പറഞ്ഞത്, ഇയാളെന്ന് പിടിച്ച് ചൊറിയെന്നത്. ഇവൻ പോയി തല വെച്ച് കൊടുത്തു. ഇനി അനുഭവിക്കാൻ പോകുന്നതാണ്. അത് ഇതും കൂടെ പറയാൻ ഇപ്പോൾ ഇവിടെ ഞാൻ അതിൽ 25 ലക്ഷത്തിനാണ് കോമ്പൻസേഷൻ. ഞാൻ 1 കോടിയും 2 കോടിയും ചോദിക്കുന്നില്ല. കാരണം 25 ലക്ഷം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഓർഡർ കിട്ടുക. ഈ 25 വിശ്വശാന്തിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്കോ ആയിരിക്കും ഞാൻ കോടതിയോട് തന്നെ പറയും, അങ്ങോട്ടും കൊടുത്തേക്ക് വയനാട്ടിലേക്ക്. കാരണം അവൻ ചെയ്തതിന് അവൻ അനുഭവിക്കണം. അത് മറ്റുള്ള ജനങ്ങൾക്കൊരു ബെനിഫിറ്റ് ആവട്ടെ. വെറുതെ വിടില്ല. ഓൾറെഡി പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ എൻ്റെ കേസും കൊടുത്ത് പ്രധാനമന്ത്രിയുടെ ഇതൊക്കെ പോട്ടെ. എനിക്ക് ഇന്നലെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിലല്ല, ഞങ്ങൾ അവിടെ പോയത് മോഹൻലാലിനെയും കൊണ്ടുപോയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് അവിടുന്ന് ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു ഒരാഴ്ചക്കകത്ത് യു ഗോട്ട് ടു കം ആൻഡ് മീറ്റ് മീ ഇൻ ഡൽഹി എന്നുള്ളത്. ആ ലെവലിൽ നമ്മൾ പോകുമ്പോൾ ഇതുപോലുള്ള ചീട് സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് അതിവിടെ നിങ്ങൾ വേറെ വല്ലവരൊക്കെ ചെയ്തേക്കും പിള്ളേരൊക്കെ. എന്നെ അതിന്
എന്നെ കണ്ടാൽ തോന്നുന്നുണ്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കുമെന്നുള്ളത്? ഇല്ല സർ, ഞാൻ എന്നാലും ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ അതേ യൂണിഫോം എന്ന് പറയുന്ന ആ സാധനം ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളിങ്ങനെ വീഡിയോ ആണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അതേ യൂണിഫോം ഇട്ടൂടെ വന്നിരിക്കുകയാണ്. രണ്ടാമതൊരു കേസ് കൂടെ കൊടുക്കുന്നില്ല. നല്ല ന്യൂസ് ഇടാം. ഇതൊരു സൈബർ അറ്റാക്ക് ആണല്ലോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോളെ ഞാൻ പറയട്ടെ അമ്മു, എന്നെ തോക്ക് വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ സൈബർ അറ്റാക്ക്. അതൊരു പ്രശ്നമല്ല. ഒരു പ്രശ്നമില്ല, നിങ്ങൾ അറ്റാക്ക് ചെയ്യും. ഇൻകം ടാക്സ് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്, GST കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം. അപ്പം ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു പെൺകുട്ടി ഒരാളെയും വീട്ടിൽ കയറിയിട്ട് അവരുടെ വീട്ടിൽ കയറി ഏതെങ്കിലും അമ്മ പെങ്ങന്മാരെ കയറി പിടിച്ച് അതൊന്നും ചെയ്തിട്ടില്ല. മേജർ രവി, ഐ വോണ്ട് ടു ലീവ് ആസ് എ മേജർ രവി. ഞാൻ BJP വൈസ് പ്രസിഡൻ്റാണ് പാർട്ടിയുടെ. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ത്രോ മൈ വെയിറ്റ് ആസ് എ പാർട്ടി മെമ്പർ ആൻഡ് ഓൾസോ. ഐ വിൽ വാക്ക് ലൈക്ക് മേജർ രവി വിച്ച് ഐ മെയ്ഡ് ഇറ്റ്. എൻ്റെതായിട്ടുള്ള കർമ്മം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പേരുണ്ട്. അതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടുള്ളതാണ്. അതുപോലെ എൻ്റെ ഗുരുനാഥന്മാരെ. അത് ഞാനിത് സാർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയും, ഇപ്പൊ ചൊറിയുന്ന ഒരു ടൈപ്പ് ആളുകൾക്ക് സോറി അങ്ങനെ പറയുന്ന മീൻസ് ഞാൻ പറഞ്ഞതിനകത്ത് ഇവർക്ക് എത്ര പേർക്ക് അറിയാന്ന് അറിയില്ല. രാജീവ് ഗാന്ധി അസാസിനേഷന്റെ സസ്പെക്ട്സിനെ ഫൈൻഡ് ചെയ്യാനുണ്ടായിരുന്ന ഓപ്പറേഷൻ വൺ നൈറ്റ് ജാക്കിന്റെ ഹെഡ് സാറായിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ സാറിന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ഇന്നൊന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇവന്മാരൊക്കെ അറിഞ്ഞിരുന്നേനെ ഞാൻ ആരാ ശരിക്കും എന്നുള്ളത്? അതായത് എന്നെ അറിയപ്പെടുന്നത് മലയാള സിനിമയുടെ മേജർ രവി എന്നാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ആരായിരുന്നു വ്യക്തമായിട്ട് ഞാനിത് അതാണ് ഞാൻ ഒരിക്കലും സെൽഫ് ബൂസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ അന്ന് എനിക്ക് ഈ LTTയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് LTTക്കാരുടെ ത്രെട്ട് ഉണ്ടായിരുന്നു 91. എന്നിട്ടത് എൻ്റെ മിലിറ്ററിയിൽ ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസർക്ക് കൊടുത്തു. സാർ ഇതിങ്ങനെ ഒരു ലെറ്റർ ടൈഗറും ഇതൊക്കെ ആയിട്ടുള്ളത് കൊല പണിയിട്ടുണ്ടാകുന്നു പോവാതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈഗറിൻ്റെ സ്റ്റാമ്പ് അടിച്ചിട്ടുള്ള LTT ലെറ്റർ ഉണ്ടായിരുന്നു ശിവരാസന ഓപ്പറേഷൻ കഴിഞ്ഞ്. ഞാൻ ആരോടെങ്കിലും എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തുപ്പും അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കിയെന്ന് പറയുമ്പോഴേ കരിങ്കൊടി കാണിക്കുമ്പോഴത്തേക്കും 56 വണ്ടി 36 ആംബുലൻസും കൊണ്ട് നടക്കുന്ന പ്രൊട്ടക്ഷൻ എനിക്ക് വേണ്ട. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ ജീവിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മരണം എന്നുള്ളത് നിങ്ങൾ ആർക്കും തടുക്കാൻ പറ്റില്ല. ആ വയനാട്ടിലുള്ള ആരെങ്കിലും വിചാരിച്ചു അന്ന് രാത്രി ആയിരിക്കും എൻ്റെ ലാസ്റ്റ് ലൈഫ് എന്നുള്ളത്? പിന്നെ നിങ്ങൾ ആരിൽ നിന്നാണ് ഈ പ്രൊട്ടക്ഷൻ കൊണ്ട് നടക്കുന്നത്? എന്തിന്? നിങ്ങൾക്ക് മരിക്കേണ്ട സമയത്ത് മാത്രമേ നിങ്ങൾ മരിക്കൂ. അല്ലെങ്കിൽ ഇപ്പം ട്രംപിനെ വെടിവെച്ചു, ഇവിടെ കൊണ്ടത് ഒരു ശകലം ഇവിടെ വന്നത് മതിയായിരുന്നല്ലോ, ബ്രെയിൻ പൂല് സമയമായിട്ടില്ല അങ്ങേർക്ക്. അത് വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളുടെ അടുത്ത് തോക്ക് കണ്ടാലും പേടിയില്ല. പിന്നെ നിങ്ങൾ എന്ത് അറ്റാക്ക്? തോക്കിൻ്റെ അറ്റാക്കിന് പേടിയില്ലെങ്കിൽ നിങ്ങൾ ഈ സൈബർ അറ്റാക്ക് വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പുറമെ വിളിച്ച് പറയുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ റീച്ച് കൂട്ടുക. ഇതേ സംഭവം നിങ്ങൾക്ക് തരുന്ന ഇൻ്റർവ്യൂ ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ എന്താ തുടങ്ങാത്തത്? ഇനി അതിൻ്റെ പേരിൽ എനിക്ക് യൂട്യൂബിൽ പൈസ വന്നു എന്നുള്ളതും പറയണ്ട. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ തരുന്നത്. നിങ്ങൾ ഉണ്ടാക്കി എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് പോയിക്കോ. സോ ഐ എം വെരി പ്രാക്ടിക്കൽ ഇൻ ലൈഫ്. ഞാൻ മെറ്റീരിയലിസ്റ്റിക് അല്ല. എനിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബോർഡ് വെച്ചുകൊണ്ട് നടക്കില്ല. ഇവിടെ കാണാം ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നീല ബോർഡും ചുവന്ന ബോർഡും വെച്ചുകൊണ്ട് കള്ളുഷാപ്പിൻ്റെ മുമ്പിലും കാണാൻ വണ്ടി വേറെ എവിടെയെങ്കിലും കാണാം. എന്തിനാണത്? ബിക്കോസ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഓഫ് വാട്ട് യു ആർ. എനിക്കറിയാം ഞാൻ മേജർ രവി എന്താണ്, ഞാൻ ഒറ്റയ്ക്ക് നടക്കും. എന്നെ തല്ലാനോ കൊല്ലാനോ ആൾക്കാരുണ്ടെങ്കിൽ വാ, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ എന്നെ കൊണ്ടുപോയിരിക്കും, ചിലപ്പോൾ ഞാൻ അവനെ കൊണ്ടുപോയിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ എനിക്ക് യാതൊരു ഭയമില്ല. അപ്പം ആ ആളോടാണ് നമ്മൾ ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത്. സാർ ഇതൊക്കെ പറഞ്ഞു ഞാൻ വെറുതെ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, സാറിന്റെ ഒരു പിസ്റ്റൾ ഉണ്ടോ? പറയില്ല, അതിങ്ങനെ കിടക്കട്ടെ അവിടെ. സസ്പെൻസ് ലൈസൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. ആർമിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർമി എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലൊക്കെ സാധനമൊക്കെ ഉണ്ടായിരിക്കും, അത് ഉണ്ടാവില്ല. ഞാനത് കൊണ്ടു നടക്കുന്നതോ അങ്ങനെ ഷോ ഓഫ് അല്ലെങ്കിൽ പേടിപ്പിക്കാൻ അതിൻ്റെ ആവശ്യമില്ല മക്കളെ. നിങ്ങൾക്ക് അതല്ലേ ഞാൻ പറയുന്നത്, നിങ്ങളെ കൊല്ലണം എന്നുള്ളതിന് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സമയം ആയിക്കഴിഞ്ഞാൽ പോകും. ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഞരമ്പ് പറഞ്ഞാൽ മതി, യു ആർ ഫിനിഷ്ഡ്. അപ്പം ഇതൊക്കെ അതല്ലേ ഇറ്റ് ഗോസ് ടു യു ടു, ആർക്കും ആവാത്. അതുകൊണ്ട് മരണത്തിനെ ഭയക്കല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞു 3 സ്റ്റെൻഡ് ഇട്ടിട്ട് ഞാൻ ഈ മലയൊക്കെ കയറിയിട്ട് വയനാട് പോയെങ്കിൽ അപ്പം കിതച്ചപ്പോൾ എല്ലാവരും അണ്ണൻ സ്റ്റെൻഡ് ഇട്ട് മിണ്ടല്ലോ 3 ശ്വാസം എടുക്കട്ടെ, അത്രയേ ഉള്ളൂ. പോകേണ്ട സമയത്ത് ഞാൻ പോകും. ഇനിയിപ്പോൾ 2 സ്റ്റെൻഡ് കൂടെ ബാക്കിയുണ്ട്. 5 എണ്ണമായിരുന്നു ബ്ലോക്ക്. അപ്പോൾ ഞാനൊരു ഡിസ്കൗണ്ടിൽ കിട്ടുമെങ്കിൽ ഞാൻ ഇടും, അല്ലെങ്കിൽ വല്ലവരും ഡൊണേഷൻ തരാണെങ്കിൽ ഞാൻ ഇട്ട് തരും, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
സാർ മെൻഷൻ ചെയ്യണ്ടായി ഇനിയും നമ്മൾക്ക് സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഐ മീൻ ഉരുള് പൊട്ടാനും അങ്ങനെയെല്ലാം കാര്യങ്ങൾ കേരളത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ ഒക്കെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ചാൻസസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സാർ ചില സ്ഥലങ്ങളിൽ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചു, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം, നമുക്കൊരു പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഇല്ല. അത് ശിരൂരിന്റെ കേസിലാണെങ്കിലും ഇല്ല. ഇത്രയും കാലം ഞാൻ മീഡിയക്കാരോട് മാത്രമാണ് ഇത് പറഞ്ഞത്. ഇപ്പം ഞാനിപ്പം മന്ത്രി MP രാജേഷുമായിട്ട് ഓൾറെഡി ഇപ്പം ഞങ്ങളൊരു മീറ്റിങ്ങിന് പോവാണ്. ഞാനിത് ശക്തമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയും. ഞാൻ പറയും, നിങ്ങൾ എന്നെ BJP കാരനായിട്ട് കാണാതെ ഒരു കേരളീയനായിട്ട് കാണാം. എന്നിട്ട് ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമുക്കറിയാം ഇങ്ങനെയുള്ള ടീമുകൾ. അപ്പം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിനെ ആളുകൾ അക്യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെൻറ് രക്ഷപ്പെടാൻ പറ്റും. ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരിതിൻ്റെ ഗാഡ്ഗിൽ കേസ് റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനെ പലരും മാനിച്ചിട്ടില്ല. കോറികൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, തകർത്തടിക്കുകയാണ്, കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവന്മാരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, ഞാൻ ഇവരുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്തും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിലും ശരി, മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ശരി, ഇവരെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കാം. നാളെ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുന്ന മറ്റല്ല, ഇതിപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് രണ്ടുപേരും കൂടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിലുള്ള ആളുകളെ, ഇവിടെ കേരളത്തിലുള്ള ആളുകളെ വയ്ക്കുമോ? അതെന്താണ്, അവർ ഓണറിയം കൊടുത്തിട്ട് അവിടെ വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് വിളിക്കുക. ഈ മാസത്തിൽ ഒരു പ്രാവശ്യം അവരുടെ മീറ്റിംഗ് വിളിക്കുന്നു. പിന്നെ ഇതുപോലെ ഫയർ ഡിസാസ്റ്റർ, പുറ്റിങ്ങൽ മുല്ലപ്പെരിയാർ ഇഷ്യൂ ഇപ്പം മുല്ലപ്പെരിയാർ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഭീകരത എവിടെ എത്തും എന്നുള്ളത് നിങ്ങൾ ആരും മനസ്സിലാക്കില്ല. അപ്പോൾ അത് വന്നിട്ട് പിന്നെ നിലയിൽ കൂട്ടിയിട്ട് കാര്യമില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെൻറ് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഈഗോ ആദ്യം മാറ്റിയെടുക്കുക. ഈ ഭരിക്കുന്ന മന്ത്രിമാരും ഇവരെല്ലാം നിങ്ങൾ ജനങ്ങളുടെ ആൾക്കാരാണ്. ഫോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തേ പറ്റൂ. രാത്രി 12 മണി നിങ്ങൾക്ക് സൈലൻ്റായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ MLA സ്ഥാനാർത്ഥിയുടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളതായിക്കഴിഞ്ഞാൽ ഈ ഫോൺ ഇപ്പം ഞാൻ രാത്രിയൊക്കെ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കും, ഒരു ഉറങ്ങുന്ന സമയത്ത്. കാരണം ഞാൻ ജനപ്രതിനിധിയൊന്നുമില്ല. എന്നിട്ടും നമുക്ക് ആ വൈബ്രേഷൻ കേൾക്കുന്ന സമയത്ത് അതാണ് 6 മണിക്ക് ഞാൻ ഫോൺ എടുത്തത്. ഇതെന്ത് പറ്റിയെന്നത് 10 പ്രാവശ്യമൊക്കെ വിളിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പം എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ അതുപോലുള്ള റെസ്പോൺസിബിലിറ്റി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിട്ട് എല്ലാം ഇത് ഞാൻ ശക്തമായിട്ട് ഞാൻ ഗവൺമെൻറ് അടുത്ത് പുട്ടപ്പ് ചെയ്യാൻ പോവാണ്. അത് ഞാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് ആൻ ഇന്ത്യൻ, ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ടു ടോക്ക് ഫോർ ദ പബ്ലിക് എന്നുള്ളത് അത് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു ടീം വന്നേക്കാം എന്നല്ലേ സാർ പറയുന്നത്? ബിക്കോസ് ഇറ്റ്സ് വെരി നെസസറി അല്ലേ അറ്റ് ദിസ് പോയിന്റ്. ഇപ്പം നിങ്ങൾ കണ്ട്, ഞാനിപ്പം അവിടെ ഇന്നലെ വയനാട് പോയപ്പോൾ ആ മല ഇങ്ങനെ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് പോന്നിട്ടുണ്ട്. നമുക്കറിയാം ഇനിയും ഇത് 2 സൈഡിൽ നിന്നും ഇടിയാനുള്ള ഫുൾ സാധ്യതകൾ അവിടെ കിടക്കുന്നു. കാരണം ഇപ്പം ഈ ഇടിഞ്ഞു പോന്നിട്ട് ഇപ്പം അത് ഇങ്ങനെയുള്ള മലയുടെ ഇവിടുന്ന് ഇതങ്ങ് ഇടിഞ്ഞു പോയി. ഇപ്പം ഈ 2 വിരലിൻ്റെ ഈ 2 സൈഡ് ഇപ്പം ഇത് ഇവിടുന്ന് ഇടിഞ്ഞു പോയിരിക്കുന്നു. ഈ 2ഉം അങ്ങ് ഇടിഞ്ഞു പോയി. ഈ 2 സൈഡുണ്ട്. ഇതിൻ്റെ ഡെപ്ത് ഉണ്ട്. ഇനി ഇത് ലൂസ് മഡാണ്. അടുത്തൊരു മഴ വന്ന് ഇവിടെ വെള്ളം ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡും പോരും. ഇതൊക്കെ സ്റ്റഡി ചെയ്യേണ്ട സമയമായിരിക്കും. ഇതിപ്പം നദികൾ പോകുന്ന അന്യം പ്രശ്നമൊന്നുമില്ല. അവിടെ ഡെപ്തായി. അപ്പം ഇതിൻ്റെ 2 സൈഡിലും കട്ടിങ്ങായി. ഈ കട്ടിങ് ലൂസ് മഡായി. അടുത്ത മഴ ഹെവി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വാട്ടർ ലോഗ് വന്നു, അവനും കടിച്ചു. അത് പോന്നു കഴിഞ്ഞാൽ പിന്നെയും വരും. അതുകൊണ്ടാണ് ഇനി അവിടെ ഒന്നും ആൾക്കാരെ താമസിപ്പിക്കരുത്. ഓൾറെഡി നിങ്ങൾ ആ സൈഡ് ഡാമേജ് ചെയ്തു. അപ്പം അതുകൊണ്ട് ഇനി ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് മര്യാദയ്ക്ക്, അല്ലാതെ അവിടെ തന്നെ നിന്നോട്ടെ. ആൾക്കാർ പറയും ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, സമ്മതിക്കരുത്. കാരണം ഇതിൻ്റെ വേദന നമ്മളും അനുഭവിക്കുന്നുണ്ട്. റോഡ് വീതി കൂട്ടുന്ന സമയത്ത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ മാറ്റുന്നില്ലേ? അതുപോലെ ഇതൊക്കെ മാറ്റണമെന്നില്ല. റോഡ് വീതി ഹൈവേ പണിയുമ്പോൾ പറഞ്ഞ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ മാറ്റും. അതുപോലെ ആ സൈഡിൽ നിന്ന് അവർ നിങ്ങൾ മാറിയേ പറ്റൂ. നിങ്ങൾക്ക് തപാര സ്ഥലം തരും. ഇനി ഇങ്ങനെ ഒരു ദുരന്തവും നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പൈസ ഇവർക്ക് വേണ്ടി റീഹാബിലിറ്റേഷൻ ചിലവാക്കുന്നതിൻ്റെ 10 ഇരട്ടി പൈസ നമ്മളിപ്പോൾ ചിലവാക്കി കഴിഞ്ഞ് ഇതിനൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇനിയും ഗവൺമെൻറ് കംപ്ലീറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെല്ലായിടത്തും മാറ്റി താമസിപ്പിക്കാനുള്ള പെട്ടെന്നുള്ള പരിപാടി. 1 വർഷത്തിനകത്ത് അവർ തിരിച്ച് നിങ്ങൾ സ്ഥലം തരൂ, വീടുണ്ടാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട്, യു ടേക്ക് ദ ക്രെഡിറ്റ്. പക്ഷെ അവരെ തിരിച്ച് വിളിക്കുമോ അങ്ങോട്ട്, തിരിച്ച് അവിടെ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യൂ. അവരുടെ വേദനകളെ മറക്കാൻ വേണ്ടി